ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ ലേണിംഗ് റിസോഴ്സസിൽ ഫീൽഡ് ട്രിപ്പിനെ പറ്റി പഠിച്ചു അല്ലേ? ഇനി മറ്റൊരു ലേണിംഗ് റിസോഴ്സായ സയൻസ് ജേർണലിനെ പറ്റി പഠിക്കാം. നമുക്കറിയാം, ഏത് ലൈബ്രറി പോയാലും നമുക്ക് ജേർണൽസിൻ്റെ ഒരു സെഷൻ തന്നെ കാണാൻ പറ്റും അല്ലേ? അതുപോലെ ഓരോ സബ്ജക്റ്റിലും ഉള്ള ജേർണൽസ് ഉണ്ടാവും. ഹിസ്റ്റോറിക്കൽ ജേർണൽസ് ഉണ്ടാവും, സയൻറ്റിഫിക് ജേർണൽസ് ഉണ്ടാവും, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, മെഡിക്കൽ ജേർണൽസ്, അങ്ങനെ പലതരത്തിലുള്ള ജേർണൽസ് നമുക്ക് ലൈബ്രറിയിൽ കാണാം. നമുക്ക് സയൻസ് ജേർണലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. എ സയൻസ് ജേർണൽ ഈസ് എ പീരിയോഡിക്കലി റിലീസ്ഡ് പബ്ലിക്കേഷൻ ഫീച്ചറിങ് അക്കാഡമിക് വർക്ക്. ഇത് പീരിയോഡിക്കലി റിലീസ് ചെയ്യുന്ന ഒന്നാണ്. മേ ബി മന്ത്ലി, ബൈ മന്ത്ലി ഓർ വീക്ക്ലി റിലീസ് ചെയ്യുന്നതാണ്. ഇതിലെന്താണുള്ളത്? അക്കാഡമിക് വർക്കാണ് ഇതിലുള്ളത്. ഇപ്പോൾ സയൻസ് ജേർണലിലാണെങ്കിൽ അക്കാഡമിക് വർക്ക് റിലേറ്റഡ് ടു സയൻസ് സബ്ജക്റ്റ് ആയിരിക്കും. അതുപോലെ ടുഡേയ്സ് അക്കാഡമിക് ജേർണൽസ് ഹാവ് ദെയർ ഒറിജിൻ ഇൻ ഓൾഡർ റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. ഓൾഡർ റിപ്പോർട്ട്സിലും ഈ ഇപ്പോൾ ഉള്ള അക്കാഡമിക് ജേർണൽസിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങോ അതിനെ പറ്റിയോ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം, which were shared between academics to keep their communities informed on current thoughts and activities. ഒരേ ഫീൽഡിൽ ഒരേപോലത്തെ റിസർച്ച് ചെയ്യുന്നവർ, ഒന്നുകിൽ സയൻസ് ഫീൽഡിലായിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ, ഒരേ ഫീൽഡിലുള്ളവർക്ക് അപ്പോൾ നടക്കുന്ന അവരുടെ ഫീൽഡിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരു അറിവ് തരാൻ വേണ്ടിയിട്ടാണ് ഈ സയൻസ് ജേർണൽ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ജേർണൽ ആർട്ടിക്കിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജേർണലിൽ വരാറുള്ള ആർട്ടിക്കിൾ എന്തൊക്കെയാണ്? ഒറിജിനൽ റിസർച്ച്, എന്തെങ്കിലും ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ്, ഒരു റിസർച്ച് നടത്തുന്ന ഒരു റിസർച്ചറുടെ ഫുൾ റിസർച്ചും, അതായത് അതിൽ ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വരെ എല്ലാം വരാം. ജേർണലിൽ വരാം. ദെൻ റിവ്യൂ ആർട്ടിക്കിൾ, ഏതെങ്കിലും ആർട്ടിക്കിളിനെ പറ്റിയുള്ള റിവ്യൂ ആയിട്ടും നമുക്ക് ജേർണലിൽ കാണാം. ദെൻ ഷോർട്ട് റിപ്പോർട്ട്സ്, ഫുൾ റിസർച്ച് മെറ്റീരിയൽ അതിലുണ്ടാവില്ല, ഏതെങ്കിലും ഒരു ഫിനോമിനെ പറ്റി ഏതെങ്കിലും ഒന്നിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് റിപ്പോർട്ടായിരിക്കാം. ദെൻ കേസ് സ്റ്റഡീസ് ഓർ മെത്തഡോളജീസ്, റിസർച്ചിൽ യൂസ് ചെയ്യുന്ന മെത്തഡോളജി ആവാം അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി തന്നെ ആവാം. ഇത്രയും കാര്യങ്ങളാണ് ജേർണൽ ആർട്ടിക്കിൾ. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് 5 ടൈപ്സ് ഉണ്ട്. ഒറിജിനൽ റിസർച്ച് ഉണ്ട്, റിവ്യൂ ആർട്ടിക്കിൾസ് ഉണ്ട്, ഷോർട്ട് റിപ്പോർട്ട്സ്, കേസ് സ്റ്റഡീസ് ആൻഡ് മെത്തഡോളജീസ്. ദീസ് ആർ ദ 5 ജേർണൽ ആർട്ടിക്കിൾസ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ഈ 5 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒറിജിനൽ റിസർച്ച്. This is the most common type of journal manuscript used to publish full data from the research. റിസർച്ചിൻ്റെ ഫുൾ ഡാറ്റ അതിലുണ്ടാവും. ഇറ്റ് ഇൻക്ലൂഡ് ഫുൾ ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്സ്, റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ സെക്ഷൻ വൈസ് ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്, റിസൾട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ദെൻ ഷോർട്ട് റിപ്പോർട്ട്സ് ഓർ ലെറ്റേഴ്സ്. ദീസ് പേപ്പേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ബ്രീഫ് റിപ്പോർട്ട് ഓഫ് ഡാറ്റ ഫ്രം ഒറിജിനൽ റിസർച്ച് ദാറ്റ് എഡിറ്റേഴ്സ് ബിലീവ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു മെനി റിസർച്ചേഴ്സ് ആൻഡ് ദാറ്റ് will likely stimulate further research in the field. ഇത് ഏതെങ്കിലും ഒരു റിസർച്ചിനെ പറ്റിയുള്ള ഒരു റിവ്യൂ മാത്രമായിരിക്കും. അത് വേറെ പല റിസർച്ചേഴ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കുമെന്ന് വിചാരിച്ചാണ് സാധാരണയായിട്ട് ജേർണലിൽ കാണുന്നത്. അതാണ് ഷോർട്ട് റിപ്പോർട്ട്സ് ഓർ ലെറ്റേഴ്സ്. Then review articles. Review articles provide a comprehensive summary of the research on a certain topic. ഏതെങ്കിലും ഒരു certain ടോപ്പിക്കിനെ റിസർച്ച് ടോപ്പിക് ആയിരിക്കും, അതിനെ പറ്റിയുള്ളൊരു റിവ്യൂ മാത്രമായിരിക്കും. അതൊരു കോംപ്രിഹെൻസീവ് റിവ്യൂ, ഒരു പ്രിസി പോലെ ആ റിസർച്ചിനെ പറ്റിയുള്ള ഒരു കോംപ്രിഹെൻസീവ് റിവ്യൂ ആയിരിക്കും അതിലുണ്ടായിരിക്കുന്നത്. ദേ ആർ ഓഫൺ റിട്ടൺ ബൈ ലീഡേഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഡിസിപ്ലിൻ ആഫ്റ്റർ ഇൻവിറ്റേഷൻ ഫ്രം ദ എഡിറ്റേഴ്സ് ഓഫ് ദ ജേർണൽ. ഇത് ആരാ സാധാരണ എഴുതാറ്? ആ ഫീൽഡിൽ എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളെ ജേർണലിൻ്റെ എഡിറ്റേഴ്സ് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ട് അവരതിൽ റിവ്യൂ എഴുതുന്നതാണ്. The fourth one is case studies. These article reports specific instances of interesting phenomena. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫിനോമിനയെ പറ്റി എഴുതുന്ന ഒരു റിപ്പോർട്ടാണിത്. ദെൻ എ ഗോൾ ഓഫ് കേസ് സ്റ്റഡി. എന്താണ് അതിൻ്റെ ഗോൾ? ഇസ് ടു മേക്ക് അതർ റിസർച്ചേഴ്സ് അവെയർ ഓഫ് ദ പോസിബിലിറ്റി ദാറ്റ് എ സ്പെസിഫിക് ഫിനോമിനൻ മൈറ്റ് ഒക്കർ. ഇങ്ങനെ ഒരു ഫിനോമിനൻ നടക്കാൻ ചാൻസ് ഉണ്ടെന്നും അതർ റിസർച്ചേഴ്സിന് ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. ദിസ് ടൈപ്പ് ഓഫ് സ്റ്റഡി ഈസ് യൂസ്ഡ് ഇൻ മെഡിസിൻ ടു റിപ്പോർട്ട് ദ ഒക്കറൻസ് ഓഫ് പ്രീവിയസ്ലി അൺനോൺ ഓർ എമേർജിങ് പത്തോളജീസ്. ഏതെങ്കിലും ഒരു മെഡിക്കൽ റിസർച്ചർ കണ്ടുപിടിച്ചു ഇങ്ങനെ ഒരു ഫിനോമിനൻ നടന്നിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ ഒരു ഫിനോമിനൻ നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ കേസ് സ്റ്റഡീസ് ജേർണലിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.
ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ്റെ സമയത്ത് ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ ഒരു അസുഖം കൂടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നു അല്ലേ. അത് ആദ്യം ഒരു സ്ഥലത്ത് കണ്ടു, അത് റിപ്പോർട്ട് ചെയ്തു, അത് മെഡിക്കൽ ജേർണലിൽ വന്നു. അപ്പോൾ ഇങ്ങനെയൊരു കോവിഡ് പാൻഡമിക്കിന് അല്ലെങ്കിൽ കോവിഡ് ബാധിച്ചവർക്ക് ഇങ്ങനെയൊരു അവസ്ഥ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് അത് മെഡിക്കൽ ജേർണൽസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ പറയണത് കേസ് സ്റ്റഡീസ്. That fifth one is methodologies. These articles represent a new experimental method, a test or a procedure. ഒരു റിസർച്ചർ ഇപ്പോൾ ഓൾറെഡി നിലവിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു മെത്തഡോളജി യൂസ് ചെയ്തു, അത് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി, അല്ലെങ്കിൽ ഓൾറെഡി നിലനിൽക്കുന്ന മെത്തഡോളജിയേക്കാൾ എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ അതിലുണ്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ഒരു എഫക്റ്റാണ് ആ റിസർച്ചറിന് തൻ്റെ വർക്കിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് ബാക്കി റിസർച്ചേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയാണ് മെത്തഡോളജിയെ പറ്റി സാധാരണ എഴുതുന്നത്. ദ മെത്തേഡ് ഡിസ്ക്രൈബ്ഡ് മേ എയ്തർ ബി കംപ്ലീറ്റ്ലി ന്യൂ ഓർ മേ ഓഫർ എ ബെറ്റർ വേർഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് മെത്തേഡ്. ഓക്കെ, ദെൻ കണ്ടൻറ്റ്. ഇനി നമ്മൾ ഇപ്പോൾ ഈ 5 നമ്മൾ എന്തെല്ലാം പറഞ്ഞത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജേർണൽ ആർട്ടിക്കിൾസിനെ പറ്റി പറഞ്ഞത്. ഇനി ജേർണലിൽ കാണുന്ന കണ്ടൻറ്റിനെ പറ്റിയാണ്. കണ്ടൻറ്റ് ആർട്ടിക്കിൾ in the scientific journal are mostly written by active scientists such as students, researchers and professors. The scientific journal the content എന്തിനോട് റിലേറ്റഡ് ആയിരിക്കും, സയൻസിനോട് റിലേറ്റഡ് ആയിരിക്കും. ആരാണ് അത് എഴുതാറുള്ളത്? സാധാരണ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ സയൻസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സാണ് സാധാരണ അതിലെ കണ്ടൻറ്റ് എഴുതുന്നത്. ദെൻ സയൻറ്റിഫിക് ജേർണൽ കണ്ടെയ്ൻ ആർട്ടിക്കിൾസ് ദാറ്റ് ഹാവ് ബീൻ പിയർ റിവ്യൂഡ്. യൂഷ്വലി ഈ സയൻസ് ആർട്ടിക്കിളിൽ വരുന്നത് അതേ ഫീൽഡിലുള്ളവർ, ഇപ്പോൾ റിസർച്ചേഴ്സ് ആണെങ്കിൽ റിസർച്ചേഴ്സ്, ആ ഫീൽഡിൽ ജോലി ചെയ്യുന്ന റിസർച്ചേഴ്സ്, അതാണ് പിയർ റിവ്യൂഡ് എന്ന് പറയുന്നത്. അവർ അത് റിവ്യൂ ചെയ്യും റെഗുലറായിട്ട്. ഇൻ ആൻ അറ്റംപ്റ്റ് ടു എൻഷുർ ദാറ്റ് ആർട്ടിക്കിൾ മീറ്റ് ദ ജേർണൽ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ആൻഡ് സയൻറ്റിഫിക് വാലിഡിറ്റി. അതായത് ഒരു റിസർച്ചർ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ടോപ്പിക്ക് അതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന പിയർ ഗ്രൂപ്പ് അത് റീഡ് ഔട്ട് ചെയ്ത് അത് അപ് ടു ദ മാർക്കാണ്, ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഏതിൽ കൊടുക്കുന്നത്, ജേർണലിൽ കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ സ്കോപ്പ് ഓഫ് സയൻസ് ജേർണൽ നോക്കാം. ആർട്ടിക്കിൾ ഇൻ സയൻറ്റിഫിക് ജേർണൽ ക്യാൻ ബി യൂസ്ഡ് ഇൻ റിസർച്ച് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. റിസർച്ചിന് നോക്കുന്നവർക്കും ഹയർ എഡ്യൂക്കേഷന് ശ്രമിക്കുന്നവർക്കും ഈ ജേർണലിലുള്ള ആർട്ടിക്കിൾ യൂസ്ഫുള്ളാണ്. ദെൻ സയൻറ്റിഫിക് ആർട്ടിക്കിൾ അലൗ റിസർച്ചേഴ്സ് ടു കീപ്പ് അപ് ടു ഡേറ്റ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദെയർ ഫീൽഡ് ആൻഡ് ഡയറക്റ്റ് ദെയർ ഓൺ റിസർച്ച്. അവർ അപ് ടു ഡേറ്റ് ആക്കാൻ പറ്റും അവരുടെ നോളജ്. അതേപോലെ തന്നെ അവർ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ റിസർച്ചിന് ഒരു ഡയറക്ഷനും അത് കൊടുക്കും. എക്സാമ്പിൾ ഓഫ് സം ഓഫ് ദ സയൻറ്റിഫിക് ജേർണൽസ് ആർ, ജേർണൽസിൻ്റെ നെയിമാണ് നേച്ചർ, സയൻസ്, ഫിസിക്കൽ റിവ്യൂ ലെറ്റേഴ്സ്, ജേർണൽ ഓഫ് ബയോളജി, ജേർണൽ ഓഫ് മെഡിസിൻ. അങ്ങനെ പല ജേർണൽസും നമുക്ക് ഈ ഫീൽഡിൽ കാണാം. ഇത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് സയൻറ്റിഫിക് ജേർണലിൻ്റെ. ഇപ്പോഴും നമ്മൾ സയൻസ് ജേർണലിൻ്റെ എന്തൊരു ടൈപ്പ് ആർട്ടിക്കിളാണ് ഉള്ളത്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, പിന്നെ എക്സാമ്പിൾസും സയൻസ് ജേർണലിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ലേണിംഗ് റിസോഴ്സസിൻ്റെ കീഴിൽ തന്നെ പഠിക്കാനുള്ളതാണ് ഈ ജേർണൽ ഓർ ഓൺലൈൻ ജേർണൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ജേർണലിനെ പറ്റി അല്ലെങ്കിൽ ഓൺലൈൻ ജേർണലിനെ പറ്റി കൂടി ഒന്ന് നോക്കാം.